അങ്ങനെ ബിഗ് ബോസ് ദിൽഷ ചേച്ചിനെ നമ്മൾ നേരിട്ട് കണ്ടു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചാവക്കാട് ബീച്ചിലേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോണത് നാഷണൽ ഹൈവേ കൂടെ കേട്ടോ. എന്ത് രസമാണെന്ന് ഈ വണ്ടി ഓടിച്ച് പോകുന്നത്. നമുക്ക് അങ്ങനെ ഈ വികസനം കാരണം പെട്ടെന്ന് ഉപകാരം കേട്ടോ. എവിടേക്കായാലും പെട്ടെന്ന് ഓടിയെത്താം. 5:30 ഇറങ്ങി ഞങ്ങൾ ഇപ്പത് 6:30 ഇപ്പൊ ഞങ്ങൾ ഇവിടെ കയറുമ്പോ തന്നെ മാർക്കറ്റാണ് കാണുന്നത്. പെരുന്നാളുടെ തലേ ദിവസമായതുകൊണ്ട് അത്യാവശ്യം നല്ലതാക്കണം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഞാൻ നേരെ ലേലം വിളി കണ്ടു. 79 അങ്ങനെ ലേലം വിളിയൊക്കെ തകൃതിയായിട്ട് നടക്കണം. അങ്ങനെ അവരൊക്കെ കപ്ലസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കട്ടെ. ഞാൻ മാത്രം ഒറ്റയ്ക്ക് സിംഗിൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിന് പ്രശ്നമൊന്നുമില്ല. പോകുമ്പോ തന്നെ നല്ല ഉപ്പിലിട്ട കടകളുണ്ട് കേട്ടോ. എന്ത് രസമാണെന്നറിയോ, നല്ല മാങ്ങിയും നെല്ലിക്കും ഇട്ടിരിക്കും. അങ്ങനെ ഈ അമ്മയും മോനൊക്കെ ഞാൻ നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ട് നോക്കി എന്റെ പൊന്നെ പട്ട വരെ വർത്തിക്കണം നോക്കി. അങ്ങനെ നമ്മൾ നേരെ ബീച്ചിൽ നോക്കുമ്പോൾ ഞാൻ കാഴ്ചകളുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ. എന്ത് ഭംഗിയാ നോക്കി ഈ സ്ഥലം കാണാനായിട്ട്. ബീച്ചിലേക്ക് വരുമ്പോൾ തന്നെ കുറെ കാഴ്ചകളാണ് വരിക. അപ്പൊ പിള്ളേരൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വൈകുന്നേരം സമയത്ത് തന്നെ വരാട്ടാ. കുറെ കാഴ്ചകളും കളികളും എല്ലാം ഉണ്ട് കാണാനായിട്ട്. അതൊക്കെ കണ്ട് നടക്കുമ്പോട്ടാ ഞാൻ ചേട്ടൻ്റെ ഒരു പട്ടിക്കുട്ടിയുണ്ട്. എന്ത് രസം കാണാൻ. അങ്ങനെ അതിനൊക്കെ കൊഞ്ചിച്ച് നേരെ നമ്മള് അടുത്ത പരിപാടിക്ക് പോയിട്ടാ. വിളിക്കണ യന്ത്രൂഞ്ഞല് കയറാനേട്ടാ. നമ്മള് നമുക്ക് പേടിയാണേ. ഈ കാണുമ്പോ ഓർത്ത് വെച്ചോട്ടാ. അങ്ങനത്തെ യന്ത്രൂഞ്ഞല് എല്ലാരും കയറി. നമുക്കൊന്നും പേടിയില്ല, നമ്മളൊന്നും പേടിക്കില്ല എന്ന് പറഞ്ഞിട്ടാ ആയിരിക്കും. അവരുടെ വിചാരിച്ചത് സിമ്പിൾ ആണ് കേട്ടാ. പേടിച്ചിട്ടുണ്ട് ഇപ്പൊ വരാന്ന്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ പേടിയില്ലാത്തോണ്ട് കുഴപ്പം. കയറിയൊരുക്കാർക്കും പേടിയില്ലാത്തോണ്ടാണ് കളിക്കുന്നത്. അവിടുത്തെ ഡാൻസ് കളിച്ച് ഞങ്ങളെ കൊഞ്ഞനെ കാണിക്കണം. വരെ നമ്മള് പോവും. പിന്നെ അങ്ങനത്തെ അതും സ്റ്റാർട്ട് ആയിട്ടാ. പേടിയില്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ മുഖം വേണമെങ്കിൽ ഇപ്പൊ കണ്ടോട്ടെ. ഇപ്പോഴേ കാണാൻ പറ്റും. ഭാവത്തിന് എൻജോയ് എടുക്കില്ലട്ടാ. ശ്വാസം പേടിച്ചിട്ടേ അപ്ലൈ ഞാൻ പറഞ്ഞ ദേശങ്ങൾ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഓടിച്ചു എല്ലാരും പേടിച്ചു അങ്ങനെ നമ്മള് പിടിക്കണ്ട.
ഉണ്ടായിരുന്നു. കൃഷ്ണനെ ഉള്ളതാ. റൈറ്റ് സൈഡിലോ നമ്മളില്ലേ അതിലൊരു അസ്ഥി കൂടെ ആയിരിക്കണ്ടായേ. ബോക്സിംഗ് എടുക്ക് ബോക്സിംഗ് എടുക്ക് അപ്പൊ ചേട്ടാ ബോക്സിംഗ് എടുക്ക് എന്താ പറയാളെ ഇഷ്ടപ്പെട്ട
ആടാട് ആടാട് ആടാടാടാട്. അയ്യോ അയ്യോ വീട്ടിൽ പോയി ചിരിച്ചു ചാവും. ആരവിടെ തിരക്കി കയറണോ? അയ്യോ അയ്യോ എങ്ങടെ പോണ്? എങ്ങനെയുണ്ട്? സൂപ്പർ.
ചേട്ടാ എങ്ങനെയുണ്ട്? സൂപ്പർ. എന്റെ അരുണേട്ടാ ആമാരാ മുട്ട് പറിക്കണതാണോ അതോ കേറണ്ട ഞാൻ വീഡിയോ കാണിച്ചാ അപ്പൊ ചേട്ടൻ ഞാനുണ്ട് ചേട്ടൻ ഫ്ലെക്സ് കൊണ്ട് പോയാ ഇത് മറച്ചിട്ടേനെ ചവിട്ടി പിടിക്കാൻ ഇത് വിടാണ്ടിരിക്കാൻ ശരി അത് രണ്ടാളെ കിട്ടണല്ലോ രണ്ടാളെ കിട്ടണം ആളാരൊക്കെ നോക്കണേ
എങ്ങനെയുണ്ട് പറയ് സൂപ്പറായാ അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് നേരത്തെ ഇറങ്ങാറായിട്ടാ. പോണ വഴിക്ക് നമ്മളൊരു കാര്യം കൂടി കണ്ടു. അങ്ങനെ നമ്മുടെ ഉണ്ണിക്ക് ആഗ്രഹം വണ്ടി ഓടിക്കണം. നമ്മളെ സാധിച്ചു കൊടുക്കണ്ടിരിക്കോ. അങ്ങനെ നമ്മള് ആർക്കും സാധിച്ചു കൊടുത്തുട്ടാ. ഇഷ്ടായാ ഏത് വണ്ടിയില് കയറിയേ ഏതാ ഇത് ഇതാ ഇഷ്ടായാ ആരോടിച്ചേ ചിരി നോക്ക് അങ്ങനെ നമ്മളത് ഉപ്പിലിട്ട് കഴിച്ചു നേരം നമ്മൾ പോട്ടെ. മാങ്ങയും നെല്ലിക്കയും കോവയ്ക്കും അങ്ങനെ എല്ലാ സാധനം നമ്മൾ ഉപ്പിലിട്ട് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടാ. അങ്ങനെ നേരെ നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടാ. ഷാവായി കാണുമ്പോൾ എനിക്ക് മനസ്സിലായണം ഇവിടെ അത്രയ്ക്കും തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മളൊരാളെ കണ്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ ബിഗ് ബോസിലെ വിന്നറായ ദിൽഷ ചേച്ചി. അങ്ങനെ ഒരു ജാട പുല്ലത പാവം ഞങ്ങൾക്ക് ടാറ്റ ഒന്ന് പോയിട്ടാ.